ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PSC ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് ഓർഗൻ ഓഫ് കോർട്ടി? ഓപ്ഷൻ എ മസ്തിഷ്കം, ഓപ്ഷൻ ബി ശ്വാസനാളം, ഓപ്ഷൻ സി ചെവി, ഓപ്ഷൻ ഡി അന്നനാളം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ മസ്തിഷ്കം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രക്തത്തിലെ അധികമുള്ള കാൽഷ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ എ അഡ്രിനാലിൻ, ഓപ്ഷൻ ബി തൈറോക്സിൻ, ഓപ്ഷൻ സി പാരാതൈറോയ്ഡ് ഹോർമോൺ, ഓപ്ഷൻ ഡി കാൽസിറ്റോണിൻ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി കാൽസിറ്റോണിൻ. ഇവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കോൺ കോശങ്ങൾ, ഓപ്ഷൻ ബി അണ്ഡം, ഓപ്ഷൻ സി നാഡീകോശം, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി നാഡീകോശം. മനുഷ്യന് എത്ര ക്രോമസോമുകൾ ഉണ്ട്? ഓപ്ഷൻ എ 22 ജോഡി, ഓപ്ഷൻ ബി 23 ജോഡി, ഓപ്ഷൻ സി 24 ജോഡി, ഓപ്ഷൻ ഡി 25 ജോഡി. ഏതാ ആൻസർ വരാം? ഓപ്ഷൻ ബി 23 ജോഡി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ എംബ്രയോളജി, ഓപ്ഷൻ ബി സൈറ്റോളജി, ഓപ്ഷൻ സി ഫിസിയോളജി, ഓപ്ഷൻ ഡി മയോളജി. ഏതാണ് ആൻസർ വരാം? ഓപ്ഷൻ ബി സൈറ്റോളജി. ഏറ്റവും വലിയ അസ്ഥി ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഫീമർ, ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്, ഓപ്ഷൻ സി ബീജം, ഓപ്ഷൻ ഡി പുംബീജം. ഇതിലേതാണ് ആൻസർ വരാം? ഓപ്ഷൻ എ ഫീമർ. ഇവയിൽ എന്ത് വഴിയാണ് ഇലകൾ ശ്വസിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ, ഓപ്ഷൻ സി സെൻട്രോസോം, ഓപ്ഷൻ ഡി സ്ക്ലീറൻഗൈമ. ഇതിലേതാ ആൻസർ വരാം? ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ, ഓപ്ഷൻ സി സെൻട്രോസോം, ഓപ്ഷൻ ഡി സ്ക്ലീറൻഗൈമ. കോശത്തിലെ പവർ ഹൗസ് ആരാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ത്വക്ക്, ഓപ്ഷൻ ബി ലിംഫോസൈറ്റ്, ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥി, ഓപ്ഷൻ ഡി കരൾ. ഇതിലേതാണ് വരിക? ഏറ്റവും ചെറിയ അവയവം ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ത്വക്ക്, ഓപ്ഷൻ ബി ലിംഫോസൈറ്റ്, ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥി, ഓപ്ഷൻ ഡി കരൾ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ ഗ്രന്ഥിയാണ് ചോദിച്ചത്. വലിയ അവയവം ചോദിച്ചാൽ ഏതാണ്? ത്വക്കാണ്. വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ ഡി കരളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.